അശ്വിൻ പാഴാഴി അമ്പലപ്പുഴ കക്കാഴം ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ചേരുകയാണ്. അശ്വിന് 200ഓളം ആളുകൾ ഇവിടെ ഇനിയും കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ അല്പം മുമ്പ് വന്ന വിവരം. എല്ലാവർക്കും ടോക്കൺ ലഭിച്ചിട്ടുണ്ടോ? ഈരാറ്റുപേട്ടയിൽ ഇതിന് സമാനമായ അവസ്ഥയാണ് അമ്പലപ്പുഴ കക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഉള്ളത്. 181 പേർക്കാണ് ഇവിടെ സ്ലിപ്പ് നൽകിയിരിക്കുന്നത്. 6 മണിയോടുകൂടി ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ സ്കൂളിൽ ഈ ബൂത്തിൽ വോട്ടിംഗ് പ്രക്രിയകൾ നടന്നത് മന്ദഗതിയിലാണ് എന്നുള്ള പരാതി നേരത്തെ തന്നെ ഉയർന്നതാണ്. ഒപ്പം ഒരു ചലഞ്ചിങ് വോട്ട് അടക്കം ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ പല പ്രശ്നങ്ങളും ഇതേ ബൂത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കുട്ടികളുമായി എത്തിയ സ്ത്രീകളടക്കം പ്രായമായവരടക്കം രാവിലെ മുതൽ ക്യൂവിൽ നിൽക്കുന്നവരാണ്. ഏറെ മണിക്കൂറുകളായി ക്യൂവിൽ നിൽക്കുന്നവരാണ്. ഇവർക്ക് ഇപ്പോഴും ഈ പോളിംഗ് ബൂത്തിനടുത്തേക്ക് എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചേച്ചി എപ്പോഴാണ് എത്തിയത് വോട്ടിങ്ങിന്? ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും വന്നത്, ഒരു 3 മണിയൊക്കെ ആയപ്പോൾ വന്നതാ. അപ്പോൾ ക്യൂവിലാണ്. അതെ, വെള്ളം പോലും ഇല്ല. കുഞ്ഞുങ്ങളെ കൊണ്ടാ വന്നത്. അവർക്കും ഇതായിട്ട് നേരത്തെ അറിയിച്ചു ഇല്ല. അതുങ്ങൾക്കൊക്കെ മേടിച്ചു കൊടുത്ത് ഉച്ചയ്ക്ക് തന്നെ എത്തിയതാണ്. 5 മണിക്ക്. അസിത, ഇതാണ് പലരും ഉച്ചയ്ക്ക് ശേഷമൊക്കെ വോട്ടിങ്ങിന് വേണ്ടി എത്തിയവരാണ്. ആവശ്യമായ വെള്ളം പോലും ഇല്ലാത്ത ഒരു സാഹചര്യം പല ബൂത്തുകളിലും ഉണ്ട് എന്നുള്ള പരാതികളൊക്കെ നേരത്തെ തന്നെ ഉയരുകയും ചെയ്തതാണ്. എന്തായാലും നിലവിൽ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ടോക്കൺ നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും അത് കൃത്യമായി ഇപ്പോഴും ആ ഒരു വേഗം കൈവരിക്കാൻ ഈ വോട്ടിംഗ് പ്രക്രിയയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, എപ്പോൾ എത്തിയതാ? എന്നിട്ട് ഇപ്പോൾ 4 മണിക്ക് എത്തിയതാ ഇവിടെ. ഇതുവരെക്കും അപ്പുറത്ത് 130 എത്രയാണ് 39 കുറച്ച് വോട്ടുകൾ. ഇവിടെ വോട്ട് 80 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. രാവിലെ മുതൽ ഈ ബൂത്ത് തിരക്കുള്ള ബൂത്താണ്. ഒരു 2 മണിക്കൂർ കറക്റ്റ് നിൽക്കണം രാവിലെ തൊട്ട്. രാവിലെ ഇത് ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവരുടെയൊക്കെ വന്ന് വോട്ട് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ് മെഷീൻ വളരെ ഡിലേ ആയിട്ട് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത്. 2 മണിക്ക് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് വീഡിയോ സഹിതം എടുത്ത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ശ്യാംജി റിപ്പോർട്ട് വരെ ചെയ്താണ്. നടപടി ഉണ്ടായില്ല. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് വെള്ളം കൊണ്ട് തന്നതിന് ശേഷം അത് മാത്രമേ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ക്യൂ എത്രത്തോളം നീണ്ടതാണ് എന്നുള്ളത് കാണാം. എന്തായാലും ഇവരെല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ എത്തിയവരാണ്. രാവിലെ മുതൽ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബൂത്തിൽ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. കളക്ടറെ അടക്കം ഈ വിവരങ്ങൾ അറിയിച്ചതുമാണ്. ചേട്ടാ, ഒരുപാട് നേരം എത്തി ക്ഷീണിച്ചിരിക്കുകയാണ്. പിന്നെ ഒരുപാട് 4 മണിക്കൂറുകൾ ആവശ്യം വന്നിട്ടുണ്ട്. രാവിലെ തൊട്ട് ഇതേ ക്യൂ തന്നെയാണ്. അനക്കമില്ല. ഇവിടെ മെഷീൻ സ്ലോ ആണെന്ന് പറഞ്ഞിട്ട് മൊത്തം ആൾക്കാർ ക്യൂ നിൽക്കുക. രാവിലെ തൊട്ട് ഒരു 3 പ്രാവശ്യത്തോളം വന്നിട്ട് തിരിച്ചു പോയതാണ്. പ്രശ്നം എന്താ വെച്ചാൽ ഈ പെണ്ണുങ്ങൾ ഇത്ര നേരം ക്യൂ നിൽക്കുന്നുണ്ടല്ലോ. അവർക്ക് ഇരിക്കാൻ ഒരു സൗകര്യം പോലും ഇവിടെ ഇല്ല. ഒരു കസേര പോലും ഇല്ല. ആകെ കിട്ടിക്കുന്ന ഒരു ബെഞ്ചിനകത്ത് 3 പേർക്ക് ഇരിക്കാം. അപ്പോൾ ഇത്രയും രാവിലെ മുതൽ ഞാൻ രാവിലെ വന്ന് ഉച്ചക്ക് വന്ന് ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ വന്നിട്ട് 2.5 മണിക്കൂറോളം ഇവിടെ ഇരിക്കുക. 3 തവണ നോക്കി. അന്നേരം ഈ ക്യൂ തന്നെ, നീണ്ട ക്യൂ തന്നെ. അന്നേരം ഇത് തന്നെ. എനിക്ക് എന്താണെന്നറിയില്ല. സാധാരണ നമ്മൾ പല പ്രാവശ്യം വോട്ട് ചെയ്യാൻ വന്നപ്പോഴും ഇത്രയും ഡിലേ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഡിലേ ഇവിടെ സംഭവിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. എന്താ സംഭവം. എന്തായാലും വളരെ ഈ തിരക്ക് എന്ന് പറയുന്നത് വളരെയധികം ഉണ്ട്. രാവിലെ മുതൽ തന്നെ പല തവണകളായി വോട്ട് ചെയ്യാൻ ആളുകൾ നൽകുമായിരുന്നു എന്ന് പറഞ്ഞാൽ 2 മണി മുതൽ 1:30, 2 മണി, 3 മണി മുതലൊക്കെ ക്യൂ നിൽക്കുന്ന ഇത്രയും സമയമായിട്ട് വലിയ ചൂടുള്ള സമയമാണ്. അവിടെ കുടിവെള്ളം പോലും ഇല്ല എന്നുള്ള പരാതി നേരത്തെ മുതലേ പറയുന്നുണ്ട്. അപ്പോൾ അവർ അത്രയും ഇച്ഛാശക്തിയോടുകൂടി വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരെ അവിടെ കാണുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.